ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കാം. 22-ാം അധ്യായം 14-ാമത്തെ വാക്യം. സമയമായപ്പോൾ അവൻ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിനിരുന്നു. ദൈവത്തിന് സ്തോത്രം. സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷം, ഇവിടെ വേദപുസ്തകത്തിൽ 4 സുവിശേഷങ്ങളാണുള്ളത്. വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങളുണ്ട്. അതിൽ 4 സുവിശേഷം എന്ന് പറയും. എന്താണ് ഈ സുവിശേഷത്തിൽ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്ന കാര്യം? എന്താണ്? ദൈവം എന്നുള്ളതൊരു സർവനാമമാണ്. മനുഷ്യരിൽ അധികം പേരും ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഒരു പരാശക്തിയുണ്ട്. ദൈവം എന്നുള്ള പരാശക്തിയിൽ അധികം പേരും വിശ്വസിക്കുന്നു. എന്നാൽ ക്രൈസ്തവ വിശ്വാസം അല്പം വ്യത്യസ്തമാണ്. അവിടെ അത് പഠിപ്പിക്കുന്നത് ദൈവം മനുഷ്യനായി അവതരിച്ചു. അവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു മനുഷ്യനായി അവതരിച്ചപ്പോൾ ആ യേശുവിൻ്റെ സ്നേഹം, ആ യേശുവിൽ നിന്ന് മനുഷ്യർക്ക് കിട്ടിയ സ്നേഹം, യേശുവിൻ്റെ കരുതൽ, യേശുവിൻ്റെ വേദന, യേശു അവർക്ക് കൊടുത്തതായ വാഗ്ദത്തങ്ങൾ, വരുവാനുള്ള ലോകത്തെക്കുറിച്ച് കർത്താവായ യേശു പറഞ്ഞു കൊടുത്തതായ ആ നിത്യജീവൻ്റെ ഉപദേശങ്ങൾ, ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത് സുവിശേഷങ്ങളിലാണ്. അതാണ് കർത്താവ് ചെയ്ത പ്രവൃത്തികളും കർത്താവിൻ്റെ വചനവും അതേപടി രേഖപ്പെടുത്തിയിരിക്കുന്നത് വേദപുസ്തകത്തിലെ 4 സുവിശേഷങ്ങളിലാണ്. ആ സുവിശേഷത്തിൽ ഒന്നാണ് ലൂക്കോസിൻ്റെ സുവിശേഷം. ആ സുവിശേഷത്തിലെ ഒരു വാക്യമാണ് നാം വായിച്ചത്. സമയമായപ്പോൾ അവൻ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിനിരുന്നു. നമുക്ക് സഭാപ്രസംഗിയുടെ പുസ്തകം എടുക്കാം. വേദപുസ്തകത്തിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ് എഴുതിയ 3 പുസ്തകങ്ങളാണുള്ളത്. അതിലൊരു പുസ്തകമാണ് സഭാപ്രസംഗി. അതിൻ്റെ 3-ാം അധ്യായം ആദ്യത്തെ വാക്യം നമുക്ക് വായിക്കാം. എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിനുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എല്ലാറ്റിനും ഒരു സമയമുണ്ട്, എല്ലാറ്റിനും ഒരു കാലമുണ്ട്. അതിൻ്റെ 11-ാമത്തെ വാക്യം കൂടെ വായിക്കാം. അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിത്യനായ ദൈവം എല്ലാം ഭംഗിയായി ചെയ്യുന്നവനാണ്. അവനെല്ലാം ഭംഗിയായി ചെയ്യുന്നവനാണ്. അവൻ മനുഷ്യർക്ക് വേണ്ടതെല്ലാം ഭംഗിയായിട്ടേ ചെയ്യുകയുള്ളൂ. അവനോട് ചേർന്ന് അവനോട് പ്രാർത്ഥിക്കുന്നവർക്ക്, അവൻ്റെ കൂടെ നടക്കുന്നവർക്ക് എല്ലാം അവൻ ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കും. എന്നുവെച്ചാൽ ഏറ്റവും നല്ലത് അവൻ ചെയ്തു കൊടുക്കും. അവൻ എല്ലാം ഭംഗിയായി ചെയ്തു, നിത്യതയും മനുഷ്യൻ്റെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു എന്ന് നാം വായിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഓരോ കുഞ്ഞുങ്ങളും ഈ ഭൂമിയിലേക്ക് ജനിച്ച് വീണപ്പോൾ അവരുടെ ശൂന്യമായ കൈകളാണ്. നാം എല്ലാ ഭൂമിയിലേക്ക് ജനിച്ചപ്പോൾ നമ്മുടെ കൈകൾ ശൂന്യമായിരുന്നു. അത് അന്നും ആ കാലത്തും ആദ്യകാലം മുതലും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ കൈകളെല്ലാം ശൂന്യമാണ്. പക്ഷേ ഹൃദയം ശൂന്യമല്ല. കൈകൾ ശൂന്യമാണ്, ഹൃദയം ശൂന്യമല്ല. ഹൃദയത്തിൽ എന്താ ഉള്ളത്? ഹൃദയത്തിൽ ഒരു നല്ല ചിന്ത ആ സൃഷ്ടാവ് കൊടുത്തിട്ടുണ്ട്. അതാണ് നിത്യത. ഈ ഭൂമിയിൽ മാത്രം ഞാൻ ജീവിക്കേണ്ടവനല്ല. ഈ ഭൂമിക്കപ്പുറം, ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞാലും ഇനിയൊരു ജീവിതമുണ്ട് എന്നുള്ളതായ ആ ഒരു ശരിയായ ചിന്ത ഓരോ ശിശുവിൻ്റെയും ഉള്ളിൽ അവന് ജനിക്കുമ്പോൾ തന്നെ ദൈവം കൊടുത്തിട്ടുണ്ട്. ആ ചിന്ത പിന്നീട് വളരാതെ പോകാറുണ്ട്. അതിനെ എതിർത്ത് മത്സരിച്ച മനുഷ്യനതിനെ അവഗണിക്കാറുണ്ട്. പക്ഷേ എല്ലാവരുടെയും ഉള്ളിൽ കൈകൾ ശൂന്യമായിട്ട് നാം ജനിക്കുന്നു, ഹൃദയം ശൂന്യമായിട്ടല്ല ആരും ജനിച്ചത്. ഹൃദയത്തിൽ ഈ ചിന്ത ദൈവം തന്നെ കൊടുത്തിട്ടുള്ളതാണ്. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ദൈവം എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, നാം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യവും ദൈവമല്ല ചെയ്യുന്നത്, നാം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം ചെയ്യേണ്ടതെല്ലാം ദൈവം അതാതിൻ്റെ സമയത്ത് കൃത്യമായി ചെയ്യും. ദൈവത്തിന് സമയം തെറ്റുകയുമില്ല. പക്ഷേ മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവൻ വേണ്ടതുപോലെ ചെയ്യില്ല. അവനൊരു എതിർപ്പ് വരുമ്പോൾ അതിന് മാറി നിൽക്കും. അല്ലെങ്കിൽ മത്സരിച്ച്
ചെയ്യേണ്ടത് ചെയ്യാതിരിക്കും. അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയാണ്, ഒരല്പം പ്രയാസമാണെന്ന് കണ്ടാൽ അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അവൻ മാറി നിൽക്കും. അതാണ് ദൈവമെല്ലാം അതാതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യും. ദൈവമക്കളെ, നമുക്ക് ലോകപ്രകാരമുള്ളൊരു കാര്യം ആലോചിച്ചാൽ അറിയാമല്ലോ. ചില ഉന്നത വിദ്യാഭ്യാസം നേടിയ ചില വ്യക്തികളുടെ IAS പോലെ നല്ല കഴിവ് പ്രാപ്തിയുള്ള ആ ഡിഗ്രിയൊക്കെ നേടിയ പലരുടെയും കാര്യങ്ങൾ നമ്മൾ മീഡിയ വഴി വായിച്ച് കേൾക്കാറുണ്ട്. അവരുടെ ഭവനത്തിൽ സാഹചര്യം കുറവായിരുന്നു. അവർ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്ത് പോയിരുന്ന് വായിച്ച് പഠിച്ചു. അവരുടെ ഭവനത്തിൽ വൈദ്യുതി ഇല്ലായിരുന്നു. അവർ പലരും ആരോഗ്യപരമായി പോലും പല ചലഞ്ചസ് ഉള്ളവരായിരുന്നു, അംഗഭംഗമുള്ളവരായിരുന്നു. പക്ഷേ അതിനെ അതിജീവിച്ച് അവർ പഠിച്ചു, അവർ വളർന്നു വന്നു. നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവമക്കളെ, പലർക്കും ബുദ്ധി കുറവാണ്. അതങ്ങനെയുള്ളവരല്ല, നമുക്കറിയാം. നമുക്കെല്ലാം പ്രായോഗികമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ബുദ്ധി കുറവുള്ള ധാരാളം പേരുണ്ട്. എല്ലാവർക്കും കൂർമ്മ ബുദ്ധിയൊന്നുമില്ല. പക്ഷേ ബുദ്ധി കുറവിനെ ഹാർഡ് വർക്ക് കൊണ്ട് നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. ബുദ്ധി കുറവുള്ള ഒരു വിദ്യാർത്ഥിക്ക് അവൻ ഹാർഡ് വർക്കിന് തയ്യാറുള്ളവനാണെങ്കിൽ അവൻ്റെ ബുദ്ധി കുറവിനെ ഹാർഡ് വർക്ക് കൊണ്ട് അവൻ അതിജീവിക്കാനായിട്ട് സാധിക്കും, പ്രിയപ്പെട്ടവരെ. എന്നാൽ അതുമാത്രമല്ല നമ്മുടെ വിഷയം. നാം വേദപുസ്തകത്തിലേക്ക് വരുമ്പോൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുന്നതായ പ്രധാനപ്പെട്ടതായ കാര്യം ദൈവത്തോടുകൂടി, അഥവാ നമ്മുടെ ആത്മാവിനെ കരുതിയുള്ള ജീവിതത്തിന് വേണ്ടിയാണ്. ഒരു വീണ്ടും തന്നെ അനുഭവമുള്ള ഒരു പെൺകുട്ടിയുടെ കാര്യം ചിന്തിക്കുക. അവൾ വിവാഹം കഴിച്ചു. ചെല്ലുന്ന വീട്ടിൽ ഒരു പക്ഷേ ദൈവവചനത്തിനോ വീണ്ടും തന്നെ അനുഭവത്തിനോ വില കൊടുക്കുന്നതായ ഒരു ഭവനമായിരിക്കണമെന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്കായിരിക്കണമെന്നില്ല ചെല്ലുന്നത്. പക്ഷെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എല്ലാം എനിക്ക് പ്രതികൂലമാണ്, ഇനി എനിക്ക് രക്ഷയില്ല എന്നുള്ളതായ ആ നിരാശയിലേക്കല്ല ആ വ്യക്തി പോകേണ്ടത്. അല്ലെങ്കിൽ വിവാഹം കഴിച്ചു വന്ന ഭാര്യ അതിന് അനുകൂലമല്ല, അതുകൊണ്ട് ആ ഭാര്യയെ ഉപേക്ഷിക്കുക എന്നോ ആ ഭാര്യയോടുകൂടെ ജീവിക്കേണ്ടെന്ന് വയ്ക്കുകയല്ല വേണ്ടത്. അതിനുവേണ്ടി മുട്ടിന്മേലിരിക്കാൻ തയ്യാറാകണം. ആ ഭവനത്തിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. അങ്ങനെയുള്ള എത്രയെത്ര അനുഭവങ്ങളെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് തന്നെ ദൈവവചനം കേൾക്കാൻ ഒത്തുകൂടുന്നതായ നമ്മുടെ ഈ ഫെലോഷിപ്പിൽ തന്നെയുള്ള എത്രയോ കുടുംബങ്ങളുടെ കാര്യമാണത്. ഒരു സമയത്ത് ഭാര്യ വരുന്നു, വചനം കേൾക്കാൻ വരുന്നു. ഭാര്യ ഒരുപക്ഷെ കൊച്ചു മക്കളെയും വിളിച്ചുകൊണ്ട് വരുന്നു. ഭർത്താവ് വരുന്നില്ല. കുറേ കഴിയുമ്പോൾ അവരുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ആരംഭിക്കുന്നു. ഭർത്താവ് കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നില്ല. എന്നാൽ ഭാര്യയും മക്കളും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം ആ മനുഷ്യൻ, ഭർത്താവ്, കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കാരണം അവിടെ പ്രതികൂലമാണെന്ന് പറഞ്ഞ്, അവിടെ അനുകൂലമല്ല എന്ന് പറഞ്ഞ് മാറി നിന്നിരുന്നുവെങ്കിൽ ആ കുടുംബങ്ങൾ രക്ഷയിലേക്ക് വരികയില്ലായിരുന്നു. എൻ്റെ സ്വന്തം അനുഭവം എനിക്കറിയാം. ഞാൻ വിവാഹം കഴിച്ച കാലത്ത് ഞാനൊരു രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നില്ല. എൻ്റെ ഭാര്യ രക്ഷിക്കപ്പെട്ട ആളായിരുന്നു. അതുകൊണ്ട് എൻ്റെ കിടപ്പറയിൽ ഞാൻ കട്ടിലേക്കറി കിടക്കും. ഭാര്യ ഒരു പായ ആ കട്ടിലിന് താഴെയിട്ട് അവിടെ മുട്ടിന്മേലിരുന്ന് അവൾ പാട്ടുപാടും. സിയോൻ സഞ്ചാരി എന്നുള്ള പാട്ടെല്ലാം അവൾ ഒറ്റയ്ക്കിരുന്ന് പാടുമ്പോൾ ഞാൻ ആ കട്ടിലേലിരുന്ന് കൗതുകത്തോടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. കാരണം അന്ന് എനിക്ക് രക്ഷയെന്തെന്നറിയില്ല, ക്രിസ്തുവാരാണെന്നറിയില്ല. ഞാൻ ക്രിസ്ത്യാനിയാണ്, ശരിയാണ്. പക്ഷേ ഒരു ക്രിസ്തീയ ഗാനം പോലും എനിക്ക് എൻ്റെ നാവ് കൊണ്ട് പാടാൻ അറിയില്ലായിരുന്നു. എന്നാൽ അവിടെ തളരുകയല്ല ചെയ്തത്. അവിടെ ആ സാഹചര്യത്തിൽ പിടിച്ചു നിന്നുകൊണ്ട്, ഉറച്ചു നിന്നുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, രക്ഷയിലേക്ക് നടത്തുകയാണ് വേണ്ടത്. നാം എപ്പോഴും നിരാശയുടെ വഴിയല്ല വേണ്ടത്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ദൈവമെല്ലാം അതാതിൻ്റെ സമയത്ത് ചെയ്യും. മനുഷ്യർ ചെയ്യേണ്ടത് അവർ ചെയ്യണം. അവർ പ്രതികൂലമെന്ന് പറഞ്ഞത് മാറി നിൽക്കുകയല്ല വേണ്ടത്. അവിടെ സഭാപ്രസംഗിയിൽ നാം വായിക്കുന്നു, 27 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ജനിപ്പാനൊരു കാലം, മരിപ്പാനൊരു കാലം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ജനിപ്പാനൊരു കാലമെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ജനിക്കേണ്ട കാലത്ത് ജനിക്കണം. ഒരു വിവാഹിതരായ ഭാര്യാഭർത്താക്കന്മാർക്ക് മക്കൾ ജനിക്കേണ്ട പ്രായത്തിൽ മക്കൾ ജനിക്കണം. അതുപോലെ തന്നെ മരണവും അതിനും ഒരു കാലമുണ്ട്. അവിടെ സമാധാനമുള്ള മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മനുഷ്യൻ കടപ്പെട്ടവനാണ്. സമാധാനമുള്ള മരണത്തിന് വേണ്ടി അത് ദൈവം വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. നമ്മുടെ സഭാപിതാക്കന്മാർ സമാധാനമുള്ളൊരു അന്ത്യം തരണമേ എന്ന്
പ്രാർത്ഥിക്കുന്നവരായിരുന്നു. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. മരണത്തിന് ഒരു കാലമുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ജനിപ്പാനൊരു കാലം, മരിപ്പാനൊരു കാലം. നമുക്കറിയാം, ധാരാളം കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, പഠിക്കാനൊരു കാലമുണ്ട്. ആ കാലത്തെ പഠിക്കാൻ പറ്റുകയുള്ളൂ. കാലം കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാമെന്ന് വെച്ചാൽ പഠിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ വിവാഹം കഴിക്കേണ്ട പ്രായമുണ്ട്, ഒരു ജോലി അന്വേഷിക്കേണ്ട പ്രായമുണ്ട്. എല്ലാത്തിനും ഒരു കാലമുണ്ട്. ദൈവമക്കളെ, ആ കാലം ശരിയായിട്ട് മനസ്സിലാക്കുക. മാനസാന്തരത്തിന് പോലും ഒരു കാലമുണ്ട്. ആകാശത്തിലെ പെരുഞ്ഞാറ തൻ്റെ കാലമറിയുന്നു എന്നുവെച്ചാൽ ദൈവം മനുഷ്യനോട് വാദിക്കുന്നൊരു കാലമുണ്ട്. ഉൽപ്പത്തി പുസ്തകം മുതൽ നമുക്ക് കാണാം, എൻ്റെ ആത്മാവ് സദാകാലവും മനുഷ്യനോട് വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. എല്ലാറ്റിനും ഒരു കാലമുണ്ട്. ആ കാലത്ത് തന്നെ നാം രക്ഷയിലേക്ക് കടന്നു വരണം. ആത്മാവിൻ്റെ ബലം മനസ്സിലാക്കണം. നമ്മുടെ ഭാവിക്ക് വേണ്ടി, നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി നാം ഒരുങ്ങുകയും ചെയ്യണം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 39-ാമത്തെ വാക്യം, ജീവനുള്ളെന്ന്. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചു നോക്കാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 39-ാമത്തെ വാക്യം. മനുഷ്യൻ ജീവനുള്ളെന്ന് നെടുവീർപ്പെടുന്നതെന്ത്? ഓരോരുത്തൻ താൻ താൻ്റെ പാപങ്ങളെക്കുറിച്ച് നെടുവീർപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ജീവനുള്ള അന്ന്, ജീവനുള്ള അന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് വേദപുസ്തകം ഉദ്ദേശിക്കുന്നത്? ജീവനുള്ള അന്ന് എന്ന് പറയുന്നത് ആയുസ്സിനല്ല, മനുഷ്യൻ്റെ ആയുഷ്കാലം. ആദാമിൻ്റെ ആയുഷ്കാലം 930 സംവത്സരമായിരുന്നു. പക്ഷേ ഈ 930 സംവത്സരവും ആദാം ദൈവത്തോടു കൂടിയല്ല നടന്നത്. ആദാം ദൈവത്തോടു കൂടിയല്ല ജീവിച്ചത്. 930 വർഷം അത് ആയുഷ്കാലമായിരുന്നു. പക്ഷേ അതിൽ കുറച്ചു കാലം മാത്രമേ ആദാം ദൈവത്തോടു കൂടെ ജീവിച്ചുള്ളൂ. പിന്നീട് ദൈവത്തോട് അകന്നാണ് ജീവിച്ചത്. അതിനാണ് ആത്മാവിൽ മരിച്ചവനായിരുന്നു എന്ന് പറയുന്നത്. അകൽച്ചയാണ് മരണമെന്ന് പറഞ്ഞാൽ, ആത്മീയ മരണമെന്ന് പറഞ്ഞാൽ ദൈവത്തോട് അകന്ന് ജീവിക്കുന്ന കാലത്തിനാണ് ആത്മീയ മരണമെന്ന് പറയുന്നത്. ഈ വചനം പറയുന്ന ഞാൻ ഉൾപ്പെടെ ദൈവത്തോട് അടുത്ത് ജീവിക്കാൻ തുടങ്ങിയത് എൻ്റെ 35-ാമത്തെ വയസ്സിലാണ്. അതുവരെ ഞാൻ ആത്മാവിൽ മരിച്ചവനായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇത് കേൾക്കുന്ന നിങ്ങളും ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരല്ല, ദൈവവഴികളോട് ചേർന്ന് നടക്കുന്നവരല്ല, ആ പുതിയ ഹൃദയം പ്രാപിച്ച് നടക്കുന്നവരല്ല. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ജീവിക്കാൻ ഹൃദയം ഇതുവരെയും വിനയത്തിലേക്ക് വന്നിട്ടില്ല. അതിന് അകൽച്ചയുടെ കാലമാണത്. ആ കാലം ആത്മാവിൻ്റെ മരണത്തിൻ്റെ കാലമാണ്. മുടിയനായ പുത്രൻ അപ്പനോട് അകന്ന് ജീവിച്ച കാലം. മകനെക്കുറിച്ച് അപ്പൻ പറഞ്ഞത്, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നുവെന്നാണ്. എന്ന് വെച്ചാൽ ദൈവത്തോട് കൂടെ നടക്കാത്തതായ കാലം. പ്രിയപ്പെട്ടവരെ, എല്ലാറ്റിനും ഒരു കാലമുണ്ട്. ഉപദേശം കേട്ട്, നാം ദൈവത്തിൻ്റെ വചനം കേട്ട് ശരിയായ രീതിയിൽ നമ്മളെ തിരുത്താനായിട്ടുള്ളതായ ദൈവത്തിന് അനുവാദം കൊടുക്കുന്നൊരു കാലമുണ്ട്. അതാണ് ജീവനുള്ള കാലം എന്ന് പറയുന്നത്. ആ കാലത്ത് മനുഷ്യൻ ദൈവത്തിന് അനുവാദം കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ ദൈവത്തിന് അനുവാദം കൊടുക്കുകയാണ് എന്നെ തിരുത്താൻ, എന്നെ ഉപദേശിക്കാൻ, എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി തരാൻ. ഞാൻ വഴിമാറേണ്ടത് എവിടെയെല്ലാമാണ് എനിക്ക് തെറ്റുപറ്റിയതെന്ന് എൻ്റെ ദൈവമേ എനിക്ക് മനസ്സിലാക്കി തരണമേ എന്ന് ഞാൻ ദൈവം മുമ്പാകെ ദൈവത്തിന് അനുവാദം കൊടുക്കുകയാണ്. അഥവാ പരിശുദ്ധാത്മാവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് ശുദ്ധീകരണം തരണം, എനിക്ക് തിരുത്തൽ തരണം. എൻ്റെ അകത്തെ മനുഷ്യൻ ജീവനുള്ളവനായി എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്, എന്നെ തിരുത്തണമേ എന്നുള്ള ആഗ്രഹത്തോടെ ദൈവകരങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തെ ഫലമേൽപ്പിക്കുന്നൊരു കാലമുണ്ട്. അന്നാണ് ദൈവാത്മാവ് മനുഷ്യൻ്റെ അകത്തെ മനുഷ്യനെ ശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവനുള്ളതായ ഒരു കാലം, എല്ലാറ്റിനും ഒരു കാലമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം നമുക്കെടുക്കാം. അതിൻ്റെ 10-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കാം. 10-21 വായിക്കാം. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിന് ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതിങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. ഒരു സമയമായപ്പോൾ ആ നാഴികയിൽ കർത്താവ് പറഞ്ഞു. കാരണം യഹൂദ ജാതിയുടെ അടുക്കലേക്കാണ് കർത്താവായ യേശു വന്നത്. അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, അവൻ അടയാളങ്ങൾ കാണിച്ചു, അവൻ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി കാണിച്ചു. പച്ചവെള്ളം വീഞ്ഞായി, വെറും പച്ചവെള്ളം വീഞ്ഞായി. ഇതുപോലെ മനുഷ്യൻ മാറുമെന്ന് കർത്താവരെ പഠിപ്പിച്ചു കൊടുത്തു. ഇതുപോലെയുള്ള രൂപാന്തരം മനുഷ്യന് സാധ്യമാണ്. ഇതുപോലെയുള്ള ഹൃദയമാറ്റം മനുഷ്യന് സാധ്യമാണ്. ഇതുപോലെയുള്ളതായ സ്വഭാവമാറ്റം മനുഷ്യന് സാധ്യമാണ്. ഇതുപോലെ മരിച്ചവൻ ജീവിക്കുന്നത് മനുഷ്യന് സാധ്യമാണ്.
പച്ചവെള്ളം വീഞ്ഞാക്കി അടയാളങ്ങളുടെ ആരംഭമായി യേശു കാനാവിൽ ആ അത്ഭുതം ചെയ്തു. കർത്താവ് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷേ ആ കാലത്തെ ജനം, ദൈവമക്കൾ എന്നറിയപ്പെടുന്നവർ അവനിൽ വിശ്വസിച്ചില്ല. പാപമോചനം കിട്ടിയാൽ മനുഷ്യൻ എഴുന്നേറ്റ് പോകും, അവൻ്റെ രോഗം മാറും. തളർവാദ രോഗിയോട് അവൻ്റെ പാപം ക്ഷമിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവൻ രോഗം മാറി, അവൻ ചാടി എഴുന്നേറ്റു. ഇതെല്ലാം നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷേ അത് കണ്ടിട്ടും ശരി, അധികം പേരും യേശുവിൽ വിശ്വസിച്ചില്ല. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിലേക്ക് വരിക, അതൊരു വലിയ കൃപയാണ്. ഒരത്ഭുതം നടന്നതുകൊണ്ടോ, ഒരു വലിയ രോഗസൗഖ്യം കിട്ടിയതുകൊണ്ടോ, ഒരു വലിയ പ്രതിസന്ധി മാറി എന്നുള്ളതുകൊണ്ടോ ആരും യേശുക്രിസ്തു ആരാണെന്ന് ശരിയായി മനസ്സിലാക്കുന്നില്ല, ജീവനിലേക്ക് കിടക്കുന്നില്ല. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാം. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനല്ല. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ, അതായത് കന്യാമറിയാവിൻ ഉദരത്തിൽ ജനിച്ചതായ കുഞ്ഞിൻ്റെ പേര് യേശു എന്നായിരുന്നു. അവനെ ക്രിസ്തു എന്ന് വിശ്വസിക്കണം. ക്രിസ്തു എന്ന് പറഞ്ഞാൽ മിശിഹ, ക്രിസ്തു എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പുകാരൻ. അവനാണ് രക്ഷകൻ. അവനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. ആദാമിൻ്റെ പാപം പോക്കാൻ ഇറങ്ങി വന്നതായ ആ സ്ത്രീയുടെ സന്തതി കർത്താവായ യേശു ക്രിസ്തു, അവൻ ദൈവമാണ്. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ദൈവമക്കളെ, എത്ര വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. യേശുവാണ് എൻ്റെ ക്രിസ്തു, യേശുവാണ് എൻ്റെ ദൈവം, യേശുവാണ് എൻ്റെ ആത്മാവിൻ്റെ ജീവൻ. അവൻ്റെ രക്തമാണ് എൻ്റെ തിരകളെ ശുദ്ധീകരിച്ചത്, അവൻ്റെ രക്തമാണ് എൻ്റെ പാപം മാറ്റിത്തന്നത്. അവൻ കുരിശിൽ മരിച്ചതുകൊണ്ടാണ് ഞാൻ ഇന്ന് പാപമോചനം പ്രാപിച്ച് തല ഉയർത്തി നിൽക്കാനുള്ള കാരണം. ക്രിസ്തു, എൻ്റെ ക്രിസ്തു, അഥവാ യേശു എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാണ്. അവനാണ് എൻ്റെ ക്രിസ്തു, അവനാണ് എൻ്റെ മിശിഹ, അവനാണ് എൻ്റെ രക്ഷകൻ. അവനില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആത്മീയമായി ഞാനൊരു പൂജ്യം. എനിക്ക് ആത്മീയമായ ജീവനുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ആ ക്രിസ്തു, ആ ഒരു വ്യക്തിയിലേക്കുള്ളതായ വിശ്വാസം, അവനാണ് ദൈവം. അവൻ്റെ മരണമാണ് എൻ്റെ മരണം മാറ്റിയത്, അവൻ്റെ മരണമാണ് എൻ്റെ പാപം മാറ്റിയത്. ആ യേശു ക്രിസ്തുവിലുള്ളതായ വിശ്വാസം വരുന്നവരെയും നിങ്ങൾ ആത്മാവിൽ ജീവനുള്ളവരല്ല. ഒരു വ്യക്തിയുടെയും ആത്മമരണം മാറിയിട്ടില്ല. അവനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അതാണ് കർത്താവ് പറഞ്ഞു, യഹൂദന്മാർ ജ്ഞാനമുള്ള മനുഷ്യരായിരുന്നു, ജ്ഞാനമുള്ള ജാതിയായിരുന്നു, നല്ല വിജ്ഞാനമുള്ളവരായിരുന്നു. അവർക്ക് പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അവരുടെ ഇടയിലേക്ക് വന്നു. അവൻ അവരോട് ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞു കൊടുത്തു, ദൈവത്തിൻ്റെ വഴി പറഞ്ഞു കൊടുത്തു. വരുവാനുള്ളവൻ നീയോ, അതെല്ലാം പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അവർ വിശ്വസിച്ചില്ല. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, നീ ഇത് ജ്ഞാനികൾക്കും വിവേകൾക്കും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് കർത്താവെ, ഞാൻ നിന്നെ വാഴ്ത്തുന്നു. പ്രിയപ്പെട്ടവരെ, ജ്ഞാനികളും പ്രതിഭാശാലികളുമെല്ലാം കർത്താവിൽ നിന്ന് മാറി നിന്നപ്പോൾ എളിയവരും നിസ്സാരന്മാരുമായ അനേകർ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. മുക്കുവന്മാരും കുഷ്ഠരോഗികളും അഗതികളും എല്ലാം യേശുവിൽ വിശ്വസിച്ചു. പരിജ്ഞാനമുള്ളവർ മാറി നിന്നു. ഇത് കണ്ടിട്ടാണ് കർത്താവ് പറഞ്ഞത്, ആ നാഴികയിൽ കർത്താവ് പിതാവിനെ വാഴ്ത്തി. കാരണം എളിയവർക്കിത് മനസ്സിലാകുന്നു. ദൈവമക്കളെ, ഈ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ പറ്റുന്നത് ഒരു വലിയ ഭാഗ്യവതവിയാണ്. അത് മനസ്സിലാക്കി കിട്ടുക ഒരു വലിയ കൃപയാണ്. അതൊരു സമയത്ത് ദൈവം മനുഷ്യന് തരുന്നതായ ഒരു വലിയ ഭാഗ്യം തന്നെയാണത്. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ മനസ്സിലാക്കുക. കാരണം ഏത് വിജ്ഞാനമില്ലാത്തവർക്കും ഏത് വിദ്യാഭ്യാസം കുറവുള്ളവനും അത് സാധിക്കുന്ന കാര്യമാണ്. ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങളും ഉന്നത പദവികളെല്ലാം ചുരുക്കം പേർക്ക്, ബുദ്ധിശാലികൾക്കും അതുപോലെ കൗശലക്കാർക്കും ജ്ഞാനികൾക്കെല്ലാം കരഗതമാകുമ്പോൾ എല്ലാവർക്കും ലഭിക്കുന്നതായ 3 കാര്യം കർത്താവ് തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഉള്ളതായ 3 കാര്യം. ഒന്നാമത് ആത്മാവിൻ്റെ രക്ഷ. അത് പ്രാപിക്കാൻ കുശാഗ്രബുദ്ധിയൊന്നും വേണ്ട. അത് പ്രാപിക്കാൻ വിദ്യാഭ്യാസത്തിൽ
വലിയ കഴിവൊന്നും വേണ്ട. നിഷ്കളങ്കമായ ഒരു വിശ്വാസം മതി. രണ്ടാമത് നിത്യജീവൻ. ഒന്ന് ആത്മാവിൻ്റെ രക്ഷ, രണ്ടാമത് നിത്യജീവൻ. അത് പ്രാപിക്കാനായിട്ട് ആരും മതം മാറണ്ട, സഭ മാറണ്ട, പള്ളി മാറണ്ട. എൻ്റെ പ്രിയപ്പെട്ടവരെ, വലിയ കൃപാവരങ്ങളൊന്നും പ്രാപിക്കണമെന്നില്ല. ആർക്കും 10 പൈസ കൊടുക്കണ്ട. നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ഒരു പെരുന്നാളും ഏറ്റുകഴിക്കണ്ട, ഒരു പ്രാർത്ഥനാക്കൂട്ടത്തിലും പോകണം നിർബന്ധമില്ല. പോയാൽ നിങ്ങൾക്ക് വഴി മനസ്സിലാക്കി കിട്ടും, അല്ലാതെ മറ്റൊന്നുമില്ല. നിത്യജീവൻ ആർക്കും പ്രാപിക്കാം. ജാതി മത ഭേദമന്യേ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. അവനെ വിശ്വസിക്കുന്നവന് ജീവനുണ്ട്. കർത്താവായ യേശു ക്രിസ്തു എന്നുള്ള ആ ഒരൊറ്റ വ്യക്തിയിലുള്ള വിശ്വാസമാണ് നിത്യജീവൻ്റെ അടിസ്ഥാനം. മതമല്ല, പള്ളിയല്ല, പള്ളിപ്പരിപാടിയല്ല. ഒരു മനുഷ്യൻ നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളത് ഒരു പള്ളിപ്പരിപാടിയല്ല, ഒരു കൂട്ടായ്മ പരിപാടിയുമല്ല. അത് പണം കൊണ്ടല്ല, വഴിപാട് കൊണ്ടല്ല, നേർച്ച കൊണ്ടല്ല. ക്രിസ്തു യേശു എനിക്ക് വേണ്ടി മരിച്ചു. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കണം. അവൻ എനിക്ക് വേണ്ടി വന്നവനാണ്. അവൻ എന്നെ സ്വർഗത്തിലാക്കാൻ വേണ്ടി ആകാശത്ത് പറന്നുപോയൊരു വിമാനം എന്നെ കയറ്റാൻ വേണ്ടി താഴോട്ട് ഇറങ്ങി വരുന്നത് പോലെ, വിമാനം താഴോട്ട് ഇറങ്ങി വരുമ്പോഴാണ് വിമാനത്തിൽ ആളുകൾ കയറുന്നത്, നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ജീവനുള്ള ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ മനുഷ്യാവതാരം വഴി ഭൂമിയിലേക്ക് അയച്ചു. ആ ക്രിസ്തുവാണ് എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അത് വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. അവൻ്റെ രക്തമാണ് ആ വാതിൽ തുറന്നത്. യേശുവാണ് എൻ്റെ ജീവിതത്തിൽ നിത്യതയുടെ വാതിൽ തുറന്നു തന്നത്. പ്രിയപ്പെട്ടവരെ, രക്ഷ പ്രാപിക്കാം, നിത്യജീവൻ പ്രാപിക്കാം. അതുപോലെ തന്നെ മരണവും എല്ലാവർക്കും ഉള്ളതാ മരണം. ശരീരത്തിൻ്റെ മരണവും ആത്മാവിൻ്റെ മരണവും. ശരീരത്തിൻ്റെ മരണവും ആത്മാവിൻ്റെ മരണവും രണ്ടും രണ്ടായിട്ട് തന്നെ പഠിക്കണം. അതാണ് ക്രിസ്തീയ വിശ്വാസം. 2 തരം മരണമുണ്ട്. ശരീരത്തിൻ്റെ മരണമുണ്ട്, ആത്മാവിൻ്റെ മരണമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആത്മാവ് മരിക്കുമ്പോൾ ശരീരം മരിക്കണമെന്നില്ല. എന്നാൽ ശരീരം മരിക്കുമ്പോൾ ആത്മാവ് ജീവനിലുമായിരിക്കും. അങ്ങനെയുള്ളവരാണ് ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൽ കാഹളം ധ്വനിക്കുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും ചെയ്യുമെന്ന് കർത്താവ് പറയുന്നത്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. ആത്മാവിൻ്റെ മരണമുണ്ട്, ശരീരത്തിൻ്റെ മരണമുണ്ട്. ഇതെല്ലാം നാം മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. അതാണ് ദാവീദ് രാജാവ് തൻ്റെ കാലഗതി അറിയുന്നവനായിരുന്നു. ദാവീദ് 31 സങ്കീർത്തനം 15 വാക്യത്തിൽ എന്താണ് ദാവീദ് പറയുന്നത്? എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, അതൊരു വലിയ ഭാഗ്യമാണ്. ജ്ഞാനിയായ തൻ്റെ മകനായ ശലോമോന് സാധിക്കാത്തൊരു കാര്യം, അത്രയൊന്നും വിദ്യാഭ്യാസമില്ല, ജ്ഞാനമില്ലാത്തതായ അപ്പനായ ദാവീദിന് സാധിച്ചു. എൻ്റെ കാലഗതികൾ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നു. ദൈവമാണെല്ലാം നിശ്ചയിക്കുന്നത്. എൻ്റെ കാലം നിശ്ചയിക്കുന്ന ദൈവമാണ്. എൻ്റെ കാലഗതി നിശ്ചയിക്കുന്ന ദൈവമാണ്. മരണം നിശ്ചയിക്കുന്ന ദൈവമാണ്. യഹോവയാണ്. നിന്നാണ് ഞാനും മരണവും തമ്മിൽ ഒരടി അകലം മാത്രമേ ഉള്ളൂ എന്നെല്ലാം വേദനയോടെ നിരാശയോടെ ദാവീദ് പറയുന്നുണ്ടെങ്കിലും ദാവീദിനറിയാമായിരുന്നു എല്ലാം ദൈവം തമ്പുരാൻ തന്നെയാണ് നിശ്ചയിക്കുന്നത്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ദാവീദിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലിരിക്കുന്നുവെന്ന്. 116 സങ്കീർത്തനം 8 വാക്യത്തിൽ 116 സങ്കീർത്തനം 8 വാക്യത്തിൽ ദാവീദ് പറയും. അതൊന്നും ശലോമോൻ പറയുന്ന വാക്കുകളല്ല, ജ്ഞാനം കൊണ്ട് പറയാൻ പറ്റുന്ന വാക്കുകളല്ല. അതെല്ലാം ബന്ധത്തിൽ നിന്നുണ്ടാകുന്നതാണ്, ആത്മാവിൻ്റെ അനുഭവത്തിലൂടെ ഉണ്ടാകുന്നതാണ്. 116:8 വായിക്കാം. നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാറ്റിനും ഒരു കാലമുണ്ട്. കൃത്യസമയത്ത് അവനെല്ലാം ഭംഗിയായി ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. ഹൃദയത്തിൽ നിരാശ വരുമ്പോൾ, ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ആശുപത്രിയിലേക്കാണ് നാം ഓടുന്നത്. എന്നാൽ ജീവിതത്തിൽ ഒരു നിരാശ വരുമ്പോൾ, ജീവിതത്തിൽ സങ്കടം വരുമ്പോൾ, നമുക്ക് പരിഹരിക്കാനാവാത്തതായ ആപത്ത് വരുമ്പോൾ, ദൈവമക്കളെ, നാം എങ്ങോട്ടാണ് ഓടേണ്ടത്? നാം ഒരു ദേവാലയത്തിലേക്കോ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്കോ ഏതെങ്കിലും മനുഷ്യരുടെ അടുത്തേക്കാണോ? അല്ല നാം ഓടേണ്ടത്. നാം മുട്ടുമടക്കി യേശു ക്രിസ്തുവിനെ വിളിക്കുകയാണ് വേണ്ടത്.
അതാണ് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാലഗതികൾ ജീവനുള്ള ദൈവത്തെ ഏൽപ്പിക്കുക. സമയമായപ്പോൾ അവൻ അപ്പോസ്തലന്മാരോടുകൂടെ ഭക്ഷണത്തിനിരുന്നു. ആ വിഷയം നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. എല്ലാത്തിനും ഒരു കാലമുണ്ട്. ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. ദൈവമെല്ലാം അതാതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു. ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തിട്ടില്ല. മകനെ, മകളെ, ഇന്നുവരെയും എൻ്റെ പാപം നീ ഏറ്റുപറഞ്ഞ് ജീവൻ പ്രാപിച്ചിട്ടില്ല. നീ യേശു ക്രിസ്തുവിനെ കർത്താവിന് രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടില്ല. ഞാൻ പുതിയൊരു ഹൃദയം നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞ ആ പുതിയ ഹൃദയം നീ പ്രാപിച്ചിട്ടില്ല. ഇപ്പോൾ നമുക്കത് പ്രാപിക്കാം. ഇപ്പോൾ രക്ഷാദിവസമാണ്. ഇപ്പോൾ രക്ഷയുടെ സന്തോഷമാണ്. ഇപ്പോൾ സുപ്രസാദ കാലമാണ്. ഇന്ന് രക്ഷയുടെ ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശുവിനായി ഹൃദയം തുറന്നു കൊടുക്കാം. യേശു ഹൃദയത്തിലേക്ക് വരാൻ വേണ്ടി നമുക്കവനെ വിളിക്കാം. ഞാൻ ഒരിക്കൽ വിളിച്ച് ഞാൻ ഓർക്കുന്നു, കർത്താവായ യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിച്ചതായ ഒരു സമയം ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിൽ അവൻ വന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാൽവരിയിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റവൻ നമ്മുടെ സമീപത്തുണ്ട്. അവൻ വന്ന് വാതിൽക്കൽ മുട്ടുന്നു. ആരെങ്കിലും ഒരു ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവനകത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരവസരം കൊടുക്കാവോ? യേശുവിനൊരവസരം കൊടുക്കാവോ? പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഒരവസരം കൊടുക്കാവോ? നമുക്ക് അവസരം കൊടുക്കാം. നല്ല ദൈവമേ, കാരുണ്യവാനേ, എൻ്റെ ജീവിതത്തിൽ നീ പ്രവർത്തിക്കണമേ. ഞാൻ നിനക്ക് സ്വന്തം മനസ്സോടെ അവസരം തരികയാണ്. എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, എൻ്റെ ആന്തരിക നയനങ്ങൾ തുറന്നു തരണമേ. ഇനിയുള്ള കാലം നിന്നോടുകൂടെ ജീവിപ്പാൻ കൃപയാൽ എന്നെ അനുവദിക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമീൻ.